റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ഇന്ന് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സന്ദേശം തരാൻ ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങളിലും പലതിനും ഇറങ്ങി പുറപ്പെടാൻ പലർക്കും ധൈര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരതേക്കുറിച്ച് ഒത്തിരി അങ്ങ് ചിന്തിക്കുന്നു. അങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, വീഴ്ചയെപ്പറ്റി ഓർത്താൽ ഒരു പക്ഷിക്ക് വാനം മുട്ടെ പറക്കാൻ കഴിയത്തില്ല. അത് വരാം, പ്രതിസന്ധികളില്ലെന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ അളന്ന് കുറിച്ച് നമുക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്ന് കണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ദീർഘവീക്ഷണത്തോട് ചിന്തിക്കരുതെന്നല്ല പറഞ്ഞു. പല കാര്യങ്ങളും നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കാര്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനുള്ള ബഡ്ജറ്റുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കാര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് അടയ്ക്കാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ടോ, അതോ അന്നരത്തെ ഒരു സാഹചര്യത്തിൽ മാത്രം ചില കാര്യങ്ങൾ ചെയ്ത് കാര്യം സാധിക്കാമെന്നാണോ? അല്ല. ചിലപ്പോൾ വേറൊരാൾ ഒരു കാറ് വാങ്ങി, വേറൊരാളൊരു വീട് വെച്ച് പെട്ടെന്ന് എനിക്ക് വേണം. നല്ല കാര്യം, ആഗ്രഹങ്ങൾ നല്ലത് തന്നെ. പക്ഷേ അതിനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന സ്രോതസ്സിലൂടെ ആയിരിക്കും അത് ചെയ്തത്. പെട്ടെന്ന് നമ്മൾ ഒരു ലോണോ പ്രത്യേക ഒരു കാര്യങ്ങളോ എടുത്ത് നമ്മുടെ ബഡ്ജറ്റിന്, നമ്മുടെ ആ പദ്ധതിക്ക് മീതെ നമ്മൾ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ പരാജയം സംഭവിക്കാം. വലിയൊരു കടബാധ്യതയിലേക്ക് നമുക്ക് വരാം. അപ്പം എന്നാൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാമെന്ന് പറഞ്ഞ് ഒന്നും നമുക്ക് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. തുടങ്ങണമെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടേ ഒക്കത്തുള്ളൂ. പക്ഷെ ആ വരുന്ന പരാജയങ്ങളെ നമുക്ക് ജീവിതത്തിൽ അനുഭവമാക്കി അടുത്ത കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെയ്യാൻ കഴിയും. ആ വരുന്ന പ്രശ്നത്തിന് മനുഷ്യപ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം, ഒരു മുറിവ് ഉണങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ തന്നെ നമുക്കറിയാം, കാലങ്ങൾ കഴിയുമ്പോൾ അത് ഉണക്കുന്നുണ്ടല്ലേ. ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അല്ലെ, ദൈവസാന്നിധ്യമൊക്കെ ഉള്ളവർക്ക് അതിനെ പെട്ടെന്ന് അവരതിൽ നിന്ന് പുറത്തു വരും. എന്നാൽ നാം ആയിരിക്കുന്നിടത്ത് അങ്ങനെയുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നാം ഫേസ് ചെയ്യുമ്പോൾ നാം ചിന്തിക്കണം, അത് താൽക്കാലികം. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വചനം കിടപ്പുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, ദൈവമേ നീ എന്നോട് കൂടെ ഇരിക്കുന്നവർ. അപ്പം നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് അല്ല കൂരിരുൾ താഴ്വര. നാം കടന്നു പോകുന്നു. ഇപ്പം നമ്മളൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആ കടന്നു പോകുന്ന ആ രോഗാവസ്ഥ പെർമനൻ്റ് അല്ല. നിങ്ങളത് കഴിഞ്ഞ് പുറത്തു വരും. ആ ഒരു സമയത്ത് നിങ്ങൾ അതിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ കടന്നു പോകുന്ന കടഭാരം, അതിൽ നിങ്ങൾ പുറത്തു വരും. അത് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ വീഴ്ച വരും. നാളെ അത് വലിയൊരു പരാജയമാകുന്ന ചിന്തിച്ചൊരു കാര്യം നമുക്ക് അത് ബ്ലോക്ക് ചെയ്യല്ലേ. അന്നേരം ആ വരുന്നതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാനിപ്പോൾ ചിന്തിക്കുക, നമ്മൾ ഇറങ്ങി പുറപ്പെട്ട 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് ഇറങ്ങി പുറപ്പെട്ട പല കാര്യങ്ങളും ഇത്രയൊക്കെ അനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോകണമെന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ പലതും പ്രവർത്തിക്കാൻ ധൈര്യം കാണത്തില്ലായിരുന്നു. അന്നേരം അതിനെ നമുക്ക് ജയിക്കാൻ കഴിയും. ഒരു ഡ്രൈവർ ഒരു വാഹനം എടുത്ത് ഓടിക്കുമ്പോൾ അദ്ദേഹത്തിനറിയാൻ കട്ടറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വരാവുന്ന അപകടങ്ങൾ കാണാം. ഒരു പ്രത്യേകിച്ചൊരു സ്കൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പോൾ ഒരു നായ എടുത്ത് കുറുക്കി ആടിയാൽ മതി. അല്ലെങ്കിൽ വാഹനങ്ങളിൽ വലിയ വണ്ടികളാണെങ്കിൽ പോലും എതിരെ വരുന്ന വാഹനങ്ങൾ, അപ്രതീക്ഷിതമായി പോക്കറ്റ് റോഡിലൂടെ കയറി വിടുന്ന വാഹനങ്ങൾ, ഇതൊക്കെ വഴിയിൽ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള മനോഭാവത്തോടാണ് അദ്ദേഹം ആ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത്. ആ സ്റ്റിയറിങ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം അങ്ങനെയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൂടാണ് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഒരാളാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ പറയാം, സുരക്ഷിതരായിരിക്കും. അപകടങ്ങൾ വരാം. പക്ഷേ ആ വരാവുന്ന കാര്യങ്ങളിലും ഒരു ദൈവത്തിൻ്റെ ഒരു കരുതൽ കാണും. നമ്മൾ പറയത്തില്ലേ, പഴമക്കാർ പറഞ്ഞ കണ്ണിന് കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു. ദൈവം ചിലപ്പോൾ അത്ഭുതകരമായി എത്രയോ പേര് പല വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഒരു ഡ്രൈവർ ചിന്തിക്കുകയാണ്, എനിക്ക് ആ അപകടം വരുമെന്ന് വിചാരിച്ച് ആ ഡ്രൈവറിന് വാഹനം എടുക്കാതിരിക്കാനോ വാഹനം എടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ ജീവിത യാത്രകളിൽ പ്രതിസന്ധികൾ വരാം. ഇപ്പോൾ സീസണുകൾ നമുക്കറിയാം, മാറി വരുന്നല്ലേ. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ചൂടിൻ്റെ ആ ഒരു അവസ്ഥ നമ്മളെല്ലാം കണ്ടതാണ്. അത് വലിയ കഠിനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വേനൽ മഴ വരുമ്പോൾ അതിൻ്റെതായ രോഗങ്ങളെ, മഴക്കാല രോഗങ്ങളെ, പ്രത്യേകിച്ചുള്ള വിഷയങ്ങൾ വരാം. അപ്പോൾ ഇതിനെയൊക്കെ വരുമെന്ന് വിചാരിച്ച് നമുക്കൊന്നിനെയും ഫേസ് ചെയ്തിരിക്കാനൊക്കത്തില്ല.
അതിനെല്ലാം നമ്മൾ ഫേസ് ചെയ്തേ ഒക്കത്തുള്ളൂ. ആ ഫേസ് ചെയ്യുമ്പോൾ അതാണ് ആ പറഞ്ഞത്, ആ പക്ഷിക്ക് വാനം മുട്ട പറക്കണമെങ്കിൽ അത് വീഴും. ചില പക്ഷികൾ നമുക്ക് കണ്ടിട്ടുണ്ട്, വീഴുന്ന കണ്ടിട്ടുണ്ട് അല്ലേ, പ്രത്യേകിച്ച് ചില അപകടങ്ങളിൽ പെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ യജ്ഞത്തിലേക്ക് അതിന് കൊടുത്തിരിക്കുന്ന സിദ്ധിവിശേഷമാണ് പറക്കുക. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ധാരാളം ദൗത്യങ്ങളുണ്ട്. അത് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയപ്പെട്ടിരിക്കാനൊക്കത്തില്ല. കൂടുതൽ കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളൊക്കെ ഭവനത്തിരിക്കും, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അവസ്ഥയാണ് സാധാരണക്കാർ. എന്നാൽ അവിടെ നിന്ന് അവിടെ പ്രവർത്തിച്ചവരെ നമുക്കറിയാൻ പറ്റുന്നല്ലോ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലും അല്ലാതെ ചെയ്യുന്ന നേഴ്സസ്, അതുപോലെയൊക്കെ കെയർ ചെയ്യുന്ന അവരൊക്കെ ഭയങ്കര റിസ്ക് എടുത്തു. എത്രയോ പേര് നമുക്കറിയാം ആ കോവിഡ് അവർ മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് അവർക്ക് വന്നല്ലേ, നമ്മൾ ഒത്തിരി പേപ്പറിലൂടെ വായിച്ചു അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അവരതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്തു. അന്ന് ധൈര്യത്തോടെ ഫേസ് ചെയ്തവർ ഇന്ന് ആരോഗ്യത്തോടുള്ളവരുമുണ്ട്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരുമോ, വെള്ളത്തിൻ്റെ ആഴം നമുക്ക് അളന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കത്തില്ല. ആഴമുള്ള ഭാഗങ്ങൾ കാണാം, അതിനെ നമ്മൾ സൂക്ഷിച്ച് അത് ചെയ്യുക. ഓരോ കാര്യം, ബോട്ട് യാത്ര അപകടമാണെന്ന് വെച്ചാൽ ബോട്ട് യാത്ര ചെയ്യാതിരിക്കാനൊക്കെ. ഫ്ലൈറ്റ് നമുക്കറിയാം, ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ അനവധി സ്ഥലങ്ങളിലേക്ക് അല്ലേ നൂറുകണക്കിന് ആ യാത്രകൾ തുടരുകയാണ്. എന്നാൽ നമുക്കറിയാം പല പേപ്പറുകളിലൂടെ നമ്മൾ അപകടം വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രതീക്ഷിച്ചല്ലേ ഇത് വരുമോ എന്ന് വിചാരിച്ച് ഒരാൾക്ക് യാത്ര ചെയ്യാതിരിക്കാൻ ഒക്കൂ. അപ്പം നാം അതിനെയെല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ, എനിക്കിന്ന് പറയാനുള്ള കാര്യം ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുക. ആ പരാജയം വരാം, ചിലപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന്. ഈയിടെ ഞാൻ വലിയ ബിസിനസ്മാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല, പേര് പറയുന്നില്ല. അവർ തകർന്നിടത്തുനിന്ന് വീണ്ടും ആ പ്രൊജക്റ്റ് പ്രത്യേക ചില കാര്യങ്ങളിലൂടെ അതിലൂടെ പുറത്തു വരുന്നാണ്ട് കാണുന്നില്ലേ. അപ്പോൾ ഒരു കാലയളവ് വരെ ആ തകർച്ച വരാം, പ്രത്യേകിച്ച് നമ്മുടെ ഓഹരി വിപണിയിലെ പല കാര്യങ്ങളിൽ ചിലപ്പോൾ പരാജയം. കയറ്റം ഇറക്കമുണ്ട് ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ കയറ്റമിറക്കങ്ങൾ നമ്മളെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. നമ്മൾ മുമ്പോട്ട് വീണ്ടും നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമുക്ക് ജയം തന്നെ നമുക്കൊന്നും പഠിക്കാനൊക്കത്തില്ല. പരാജയങ്ങളിലൂടെ നമുക്ക് പലതും പഠിക്കാൻ കഴിയും. പല കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കും. വേറെ ദിവസമൊരു മനുഷ്യനുണ്ട്, ദാവീദ്. അദ്ദേഹം പറഞ്ഞ നിൻ്റെ കഷ്ടങ്ങൾ ചട്ടം പഠിക്കാൻ കാരണമായി. ചട്ടങ്ങൾ. അപ്പോൾ നമുക്ക് വരുന്ന കഷ്ടങ്ങൾ, വേദനകളൊക്കെ നമ്മൾ പലതും പഠിക്കുക. അതാണ് ഏറ്റവും വലിയ ഗുരു. ജീവിതാനുഭവങ്ങളാണ് ഗുരുകളെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളോട് നമ്മൾ ആ തലമുറയോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരത് മനസ്സിലാകും. എൻ്റെ പിതാവ് പല കാര്യങ്ങളും എൻ്റെ ചെറുപ്പത്തിൽ പറയുമ്പോൾ അതേ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇളനാ കടിയറിയത്തില്ല, ഇളംപോത്ത് വട്ടറിയത്തില്ല. നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ജീവിത അനുഭവങ്ങളിലൂടെ നാം അത് പഠിച്ചു. അവർ ചിലപ്പോൾ വൈകി വരും. അത് പുസ്തകങ്ങളിലൂടെ നമുക്ക് പഠിക്കാനൊക്കത്തില്ല, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്കത് പഠിക്കാനൊക്കത്തില്ല. അത് നമുക്ക് പഠിക്കണമെങ്കിൽ ജീവിതം തരുന്ന അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. ആ വേദനയിലൂടെ പോകുമ്പോഴേ നമുക്ക് ആ സൗഖ്യത്തിൻ്റെ ശക്തി അറിയത്തുള്ളൂ. ഒരു നല്ല വെയിലിലൂടെ ഭയങ്കരമായ ഒരു കഠിനമായ ചൂടിലൂടെ പോകുമ്പോൾ നമുക്കൊരു മരത്തിൻ്റെ തണൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം അല്ലേ. അല്ലാത്തൊരു വ്യക്തിക്ക് എന്ത് പറയാൻ കഴിയും? ഒരു കഠിന വിശപ്പിലല്ലേ ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യം, അപ്പോൾ ഒരു ചോദ്യം വരാം, ഞാനൊരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യണം? എനിക്ക് ന്യായമായി അതിനകത്ത് നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്, അത് തീരും എന്നൊരു വിശ്വാസവും അല്പം നിങ്ങൾക്ക് അതിൻ്റെ കരുതലും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് ചെയ്യാം. ഒരിക്കലൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ് 10 ലക്ഷം രൂപ കൈവച്ചുകൊണ്ട് ചിലപ്പോൾ ചിലർ വീട് പണിയാൻ തുടങ്ങി. ചിലപ്പോൾ അവർ വീട് പണിയും, പക്ഷേ കടവുമാകും. പക്ഷേ 3 ലക്ഷം കൈവച്ചുകൊണ്ട് തുടങ്ങുന്നവൻ അതിന് ചിലപ്പോൾ ബാധ്യത കാണില്ല. അവൻ ചിലപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ആ ആശ്രയത്തിൽ ആ അല്പത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ കൊടുക്കുമ്പോൾ ദൈവം അവരെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ടൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്കൊരു ബഡ്ജറ്റ്, ഏത് കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു ബഡ്ജറ്റ് വേണം. ഒരു വാഹനം എടുക്കുന്ന ഒരു വ്യക്തി ഒരാളൊരു പെട്ടെന്നൊരു വണ്ടി, ഞാൻ ചിന്തിച്ച് ദൈവം അദ്ദേഹത്തിന് അത്രയും എടുക്കാനുള്ളൊരു ആസ്തി ഉണ്ടോ? പക്ഷെ ഞാൻ ചോദിച്ചത് എങ്ങനെ അടയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. എനിക്കറിയത്തില്ല എന്തോ. അപ്പോൾ അത് ചിലരെന്നെ വ്യക്തമായിട്ട് പറയും, എനിക്ക് ആ ജോലി ചെയ്ത് അടയ്ക്കാൻ കഴിയും, അല്ലെ വൈഫിൻ്റെ ശമ്പളം കൊണ്ട്, അല്ലെ എൻ്റെ ശമ്പളം, അല്ലെ കുഞ്ഞുങ്ങളെ എനിക്ക് അത് അയച്ചു തരാമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാൻ വേണം. ഇനിയും വ്യക്തമായി ദൈവത്തിൽ നിങ്ങൾക്കൊരു ആശ്രയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം, നിങ്ങൾ ഒരിക്കലും ലജ്ജിതരാകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ള ഈ സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ. എല്ലാം നോക്കി അങ്ങനെ വരുമോ, അല്ലെങ്കിൽ ഇന്ന് വല എറിഞ്ഞാൽ എനിക്ക് മീനെ കിട്ടുമോ, അതോ വല വെറുതെ കഴുകി വെക്കാം, അങ്ങനെ ചിന്തിച്ച ഒരാൾക്ക് ഒരിക്കലും ചെയ്യാനൊക്കത്തില്ല, മീൻപിടുത്തത്തിന് പോകാനൊക്കത്തില്ല. അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് ബോട്ടിറക്കുന്ന ഒരാൾക്ക് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നമ്മൾ വായിക്കുന്നത് എന്ത് കണ്ടവർക്ക് ഉപജീവനമാർഗത്തിന് ഇറങ്ങാതിരിക്കാനൊക്കെ. അപ്പോൾ ധൈര്യമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ധൈര്യം വേണം, ഇങ്ങനെ പറയാം, ദൈവത്തിലുള്ളൊരു വിശ്വാസം.
ഒന്നും എനിക്ക് സംഭവിക്കത്തില്ല. ഞാൻ വാഹനം എടുക്കുമ്പോഴെല്ലാം എൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. എതിരെ വന്നാൽ പോലും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം എന്നെ സൂക്ഷിക്കുന്ന എനിക്കൊരു വിശ്വാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോട് ഗോ ഹെഡ്. ഒന്നും നിങ്ങൾ അത് ചിന്തിക്കേണ്ട. വരുന്ന കാര്യങ്ങൾ, എന്നോടൊരാളിങ്ങനെ അയാളുടെ അനുഭവങ്ങൾ പറഞ്ഞ് അയാളിങ്ങനെ പോയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ അത് അവർ നമുക്ക് നല്ല ഗുണദോഷങ്ങൾ തരുന്നെങ്കിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെ അവർ പറയും ഞാൻ ഇന്നേ അവസ്ഥകളിലൂടെയൊക്കെ പോയി, പക്ഷേ നിങ്ങൾക്കും അങ്ങനെ ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അതിനുള്ള പോംവഴിയൂടെ പറയും. ഞാൻ അങ്ങനെ കടന്നു പോയപ്പോൾ എനിക്ക് അതിനകത്തൊരു സൊല്യൂഷൻ, അതിനകത്തൊരു മറുപടി എനിക്കുണ്ടായിരുന്നു, ഞാനതുകൊണ്ട് ഇങ്ങനെ ട്രാക്കിലൂടെ ഞാനത് പോയി. അങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷെ അവർ പറയുക ഒരിക്കലും പോകല്ല്. നല്ല ഉദ്ദേശത്തോടെ നമ്മളെ സ്നേഹിക്കുന്നവർ അസൂയുകൊണ്ട് ചിലർ പറയും, അല്ലെങ്കിൽ നമ്മളെ മുൻപോട്ട് വിടാതിരിക്കാനായിട്ട് ചിലർ മനസ്സ് പഠിപ്പിച്ച് പറയും. അങ്ങനെയുള്ള വാക്ക് കേൾക്കരുത്. പക്ഷെ ആത്മാർത്ഥതയോട് സ്നേഹത്തോട് നല്ലൊരു ഗുണദോഷമാണ് അവർ തരുന്നത്. അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മളെ വിവരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ചില ബിസിനസ്സുകൾ തകർന്ന് ഇനിയും ഒന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യത്തോടെ നിങ്ങൾ ചെയ്തു, ആ പരാജയങ്ങൾ നിങ്ങൾക്ക് ജയമായി മാറും. 33 ബാങ്ക് ഒരു മനുഷ്യൻ കയറി ഇറങ്ങുന്നൊരു വെള്ളക്കാരൻ്റെ മെസ്സേജ് ഞാൻ കേട്ടു. 32 ബാങ്ക്, 33ാമത്തെ ബാങ്കിൽ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇങ്ങനെയൊരു പദ്ധതിയാണ് ഞങ്ങൾ അങ്ങനെയുള്ളവരെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മളെ ആഗ്രഹിക്കുന്നവർ ചിലത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറന്നു പോകില്ലേ. വാനം മുട്ടെ പറക്കുന്ന പക്ഷിക്ക് ഒരിക്കൽ പോലും വീഴ്ചയെക്കുറിച്ച് ചിന്തിച്ചാൽ അതിന് പറക്കാൻ കഴിയത്തില്ല.